എൻ്റെ പേര് സിബി ഷിജോ. ഞാൻ കൊല്ലം കേരളപുരം മേരറാണി ദേവാലയത്തിൽ നിന്ന് വരുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും എന്നെ ഇവിടെ സാക്ഷിയാക്കി നിർത്തിയതിന് കോടാനുകൂടി നന്ദിയുടെ നറുമലറുകൾ ഞാൻ ഈ സമയം അർപ്പിക്കുന്നു. ഫസ്റ്റ് ഞാൻ 16/2024 ജൂലൈ മാസത്തിലാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ജോലിയുടെ ആവശ്യത്തിന് ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഞാൻ മാതാവിനോട് വെച്ച നിയോഗം എനിക്ക് സാധിച്ചു തരികയും ഞാനിവിടെ സാക്ഷ്യം പറയുകയും ചെയ്തു. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഇന്ന് ഞാൻ എനിക്ക് ജോലി തന്ന ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഞാനൊരു 2025 വരെ ഉടമ്പടി പുതുക്കി പോയെങ്കിലും ഒരിക്കലും എൻ്റെ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ മാതാവിനോട് ചോദിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് ജോലിയില്ലാത്തത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ചോദ്യചിഹ്നമായിട്ടും മറ്റുള്ളവർ എന്നോട് അതിനെപ്പറ്റി എപ്പോഴും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ആദ്യമൊക്കെ എനിക്കത്ര വലിയ വേദന തോന്നിയില്ലെങ്കിൽ പോലും പിന്നീട് ഭയങ്കര വേദനയായി. ഞാൻ മാതാവിനോട് 2025 നവംബർ 11 ഉടമ്പടി പുതുക്കിയപ്പം ഒരു നിയോഗം മാതാവിൻ്റെ മുന്നിൽ ഞാനൊരു നിയോഗം പോലെ മാത്രമേ ഞാൻ അന്നത് വെച്ചുള്ളൂ. എനിക്ക് വിദേശത്ത് പോകണം, എവിടെ പോകണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ ആരെ ഒന്നും ഞാൻ അതിനകത്ത് വെച്ചില്ല. എനിക്ക് വിദേശത്ത് പോകണം, എല്ലാം അമ്മ തന്നെ ഒരുക്കി തരണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. 2025 നവംബർ 11 ഞാൻ ഉടമ്പടി പുതുക്കി ഇവിടുന്ന് പോയി. ഏകദേശം ഒരു ഡിസംബർ പകുതിയോടുകൂടി എനിക്ക് അമ്മ എല്ലാത്തിനും തുടക്കം കുറിക്കുകയായിരുന്നു. മാതാവ് വഴി അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ആദ്യം ആഗ്രഹിച്ച് ഇസ്രയേലിൽ പോകാൻ വേണ്ടിയായിരുന്നു. പക്ഷേ എന്നിട്ട് ഞാൻ മാതാവിൻ്റെ മുന്നിൽ ബൈബിളിനകത്ത് നറുക്കിട്ട് ചോദിച്ചു, ഇറ്റലി, ഇസ്രയേൽ അല്ലെങ്കിൽ ദുബായ്. മാതാവ് എനിക്ക് ആവർത്തിച്ച് കാണിച്ചു തന്നത് ഇറ്റലി ആയിരുന്നു. പക്ഷേ ആദ്യമൊക്കെ ഞാൻ നിഷേധിച്ചു, എനിക്ക് വേണ്ട, എനിക്ക് ഇസ്രയേലിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും അതിൻ്റെ പ്രൊസീജിയറിന് വേണ്ടിയാണ് സത്യത്തിൽ ഞാൻ മാതാവിനോട് ഒരു ഏജൻറ്റിനെ കാണിച്ചു തരാൻ ഞാൻ ആവശ്യപ്പെടുന്നത്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ കാര്യവും നല്ലതുപോലെ നടത്തി തരുന്ന നല്ലൊരു ഏജൻറ്റിനെ എൻ്റെ ഒരു കസിൻ വഴി എനിക്ക് കാണിച്ചു തന്നു. ആ ആൻറ്റി പ്രാർത്ഥനയിലുള്ളൊരു ഇവിടെ ഉടമ്പടി എടുത്തൊരു ആൻറ്റിയാണെന്ന് ഞാൻ പിന്നാണ് അറിയുന്നത്. ഉടമ്പടി എടുത്ത പ്രാർത്ഥന ജീവിതത്തിൽ നയിക്കുന്ന ഒരു ആൻറ്റിയാണെന്ന് ഞാൻ പിന്നാണ് അറിഞ്ഞത്. ആൻറ്റി എനിക്ക് ഒരു ജനുവരി ആയപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം പ്രിപ്പറേഷൻ ചെയ്യണം, നമുക്ക് നിനക്ക് എവിടെ പോകണമെന്ന് വീണ്ടും എന്നോട് ചോദിച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും ഇസ്രയേൽ വെച്ചു. അന്നേരം ഡോക്യുമെൻ്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞു, ഇസ്രയേലിലേക്ക് സബ്മിറ്റ് ചെയ്യാനിരിക്കെ പെട്ടെന്ന് യുദ്ധം ഉണ്ടായപ്പം ആൻറ്റി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നീ ഇസ്രയേലിൽ പോവണ്ട. എന്നോടിങ്ങനെ പറഞ്ഞു, ഇസ്രയേലിൽ നീ പോവണ്ട, നീ ഇറ്റലി പോയാൽ മതി, ഇറ്റലി പോയാൽ നിനക്ക് നിൻ്റെ ഫാമിലിയെയും കൊണ്ടുപോകാം, വരും കാലങ്ങളിൽ നീ ഇറ്റലി പോയാൽ മതി എന്ന് പറഞ്ഞു. നേരെ ഞാൻ ഹസ്ബൻഡിനോടും അമ്മയോടും എല്ലാവരോടും മാതാപിതാക്കളോടും എല്ലാം അനുവാദം മേടിച്ചും ഫസ്റ്റ് മാതാവിനോടും ചോദിച്ചു, ഇത് നിൻ്റെ ഹിതമാണെങ്കിൽ ഇതിൻ്റെ എല്ലാ പൂർത്തീകരണം അമ്മ തന്നെ നടത്തി തരാൻ പറഞ്ഞ് ഞാൻ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ മാർച്ച് ആദ്യത്തോടു കൂടി ഡോക്യുമെൻ്റ് എല്ലാം VFCയിൽ സബ്മിറ്റ് ചെയ്ത് എനിക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോയി. ഒരു മാർച്ച് 23 അപ്പോയിൻമെൻറ്റിൻ്റെ ഒന്നും ഞാൻ അറിഞ്ഞില്ല. അന്നേരം ഞാനിങ്ങനെ രാവിലെ ഭയങ്കരമായിട്ട് ഒരു യാത്രയിൽ ഞാൻ ജപമാല ചൊല്ലി ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ മാതാവിനോട് ചോദിച്ചു, ഇത്രയും ദിവസമായിട്ട് അപ്പോയിൻമെൻറ്റിൻ്റെ ഡേറ്റ് എനിക്ക് എന്താ നീ തരാത്തതെന്ന് ചോദിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു 12 മണിയോടുകൂടി ആ ദിവസം തന്നെ എനിക്ക് മാതാവ് ഉത്തരം തന്നു. മാർച്ച് ആൻറ്റി എന്നെ വിളിക്കുന്നു, മാർച്ച് 26 നിനക്ക് അപ്പോയിൻമെൻറ്റ് വന്നിട്ടുണ്ട്, നാളെ തന്നെ അല്ലെങ്കിൽ മറ്റന്നാൾ നീ ഇവിടുന്ന് പോകണം, മുംബൈയിലാണ് VFC ഇൻ്റർവ്യൂ വിസ സബ്മിഷൻ പാസ്പോർട്ട് സബ്മിഷനും കാര്യങ്ങളും എന്ന് പറഞ്ഞു. ഞാൻ സത്യത്തിൽ ഷോക്കായിരുന്നു. എല്ലാം പെട്ടെന്നാണ് സംഭവിച്ചത്. ഞാൻ ചോദിച്ചതും എനിക്ക് ഉത്തരം തന്നതും നിമിഷങ്ങൾക്കാവുകയാണ്. ഞാൻ ആദ്യമൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതിരുന്ന് കരഞ്ഞ്. എന്നിട്ട് ഞാൻ മാതാവിനോട് ചോദിച്ചു, എനിക്കിതിന് യോഗ്യതയുണ്ടോ, ഞാൻ ചോദിക്കുമ്പോൾ നീ ഇത്രയും പെട്ടെന്ന് എനിക്ക് ഉത്തരം തന്നല്ലോ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് ചോദിച്ച് ഞാൻ കരയുകയാണ്. ബസ്സിൽ ഞാൻ യാത്ര ചെയ്യുകയാണ് ആ സമയത്ത്. ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ 26 മുംബൈയിലെത്തി.
മൊബൈൽ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ രാവിലത്തെ ഡെയിലി ബ്രെഡ് അച്ഛൻ്റെത് കൂടിയിട്ടാണ് ഞാൻ പോകുന്നത്. 7:30 എനിക്ക് അവിടെ നിൽക്കണം. ഞാൻ കയറുന്നതിന് മുന്നേ മാതാവിൻ്റെ എണ്ണ, ഞാൻ യാത്രകളിലെ ഉടനീളം ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപമുള്ള ജപമാലയും ഉണ്ടാകും, എൻ്റെ നെറ്റിയിൽ എണ്ണയും ഉണ്ടാകും. ഞാൻ പൊട്ട് ഉപയോഗിക്കാറില്ല. ഏകദേശം ഒരു 3 വർഷമായി ഞാൻ പൊട്ട് ഉപേക്ഷിച്ചിട്ട്. അതിന് മുന്നേ വരെയൊക്കെ ഞാൻ പൊട്ട് വയ്ക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ ആലോചിക്കുന്നത് എൻ്റെ അമ്മയുടെ തൈലം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ എനിക്ക് പൊട്ടിൻ്റെ ആവശ്യമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ ഈ യാത്രയിൽ എവിടെ പോയാലും, അടുത്ത് ഉള്ള സ്ഥലങ്ങളിൽ പോയാൽ പോലും ഞാൻ ഉടമ്പടി തൈലം ഇടാതെ ഇറങ്ങി പോവാറില്ല. അങ്ങനെ ഞാൻ VFCയിൽ കയറുന്നതിന് മുന്നേ സൈഡിൽ ഒരു ചെടിയുണ്ട്. ആരും ചവിട്ടാത്തടുത്ത് ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ കഴിക്കുകയും ചെയ്തു. എൻ്റെ അകത്ത് കയറി ഞാൻ ഒരുപാട് ടെൻഷനോടാണ് ഇൻ്റർവ്യൂവിന് കയറിയതെങ്കിൽ പോലും ഞാൻ ടെൻഷൻ അടിച്ചതിൻ്റെ ഒരു 0% പോലും എനിക്ക് അവിടെ യാതൊരു പ്രശ്നങ്ങളും എനിക്ക് നേരിടേണ്ടി വന്നില്ല. അവിടെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാനിരുന്ന ആൾ പോലും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ചിരിച്ച് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ജസ്റ്റ് 2-3 ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഓക്കെ പോയിക്കോ, വിസ അടിച്ച് പാസ്പോർട്ട് വരുമെന്ന് മാത്രം പറഞ്ഞു. ഞാനങ്ങനെ വീട്ടിൽ വന്ന് മാതാവിനോട് എല്ലാവരോടും വിളിച്ച് ഇൻ്റർവ്യൂ പാസ്സായതിനും മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറഞ്ഞ് ഇങ്ങനെ നിന്ന്. അങ്ങനെ മെയ് 12 ആയപ്പം ഞാനിവിടെ വന്ന് വീണ്ടും 6ാമത്തെ ഉടമ്പടി പുതുക്കി. 6ാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അവിടുന്ന് ആ ആൻറ്റി പറഞ്ഞത് 60 ദിവസമാകും എങ്കിലും ആകും വിസ വരാനാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് 60 ദിവസം ആകുന്നത് മെയ് 27-നാണ്. അമ്മ എനിക്ക് അതിനുള്ള മെയ് 27-നാണ് അമ്മ എനിക്ക് വിസ അടിച്ച് നൽകണമെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് നിയോഗം എല്ലാം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങി കുമ്പസാരിച്ചതിന് ശേഷം ഞാൻ വന്ന് വണക്കമാസത്തിന് എഴുതിച്ച്. വണക്കമാസത്തിന് ഞാൻ എഴുതിയ ഡേറ്റ് 27-ആണ്. പക്ഷേ എനിക്ക് ഇവിടുന്ന് അവിടെ ഇരുന്ന ആൻറ്റി എനിക്കിട്ട്, ആൻറ്റി അല്ല അത് മാതാവാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. എനിക്ക് 14 ഡേറ്റ് ഇട്ട് എന്നെ വിട്ടു. ഞാൻ വീട്ടിൽ ചെന്ന് രസീത് നോക്കിയപ്പം 14. ഞാൻ ആലോചിക്കുക, ഞാൻ ഇട്ട ഡേറ്റ് അല്ലല്ലോ ഈ വന്നേന്ന്. അന്നേരം ഞാനിങ്ങനെ പിറ്റേന്ന് രാവിലെ 13-ാം തീയതി രാവിലെ അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറയുന്നു. എന്നിട്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, എൻ്റെ കാര്യം എന്താ അച്ഛൻ ഇങ്ങനെ പറയാത്തതെന്ന് ഞാൻ ചിന്തിച്ച് തീരും മുന്നേ അച്ഛൻ പറഞ്ഞ്, അങ്ങനെ ചിന്തിക്കുന്നവരുടെ ഉത്തരവായിട്ട് 7 ദിവസത്തിനകം അതിനുള്ള ഉത്തരം കിട്ടിയിരിക്കുമെന്ന്. പക്ഷേ 7 ദിവസമൊന്നും എടുത്തില്ല. മെയ് 14 ഉച്ച കഴിഞ്ഞ് ഒരു 4 മണിയാകുന്ന സമയത്ത് എൻ്റെ ഏജൻറ്റ് എന്നെ വിളിച്ചിട്ട് ആൻറ്റി എന്നോട് പറയുന്നു, നീ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടവളാണ്, ഈശോയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള കുഞ്ഞാണ് നീ. അല്ലെങ്കിൽ ഇങ്ങനൊരു അത്ഭുതം ഒരിക്കലും നടക്കത്തില്ല. കാരണം നിനക്ക് മുന്നേ വിസ വെച്ച ഒരാടെ പോലും പാസ്പോർട്ടിൽ വിസ അടിച്ച് ഇതുവരെ വന്നിട്ടില്ല. ഫസ്റ്റ് നിൻ്റെതാണ് വന്നിരിക്കുന്നത്. കറക്റ്റ് 45 ദിവസം തികഞ്ഞ ദിവസം എൻ്റേത് വന്ന്. 60 ദിവസമാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് മാതാവ് കറക്റ്റ് 45 ദിവസം തികഞ്ഞത് 13-ാം തീയതി 14-ാം തീയതി വിസ അടിച്ച് വന്ന് 14-ാം തീയതി ഞാൻ അറിയുന്നത് എൻ്റെ പാസ്പോർട്ടിൽ വിസ അടിച്ചെന്ന്. എങ്ങനെ ഞാൻ കരയണോ മാതാവിൻ്റെ അടുത്ത് എന്തോ പറയണമെന്ന് പോലും അറിയാതെ ഞാനിങ്ങനെ ഈശോയെയും മാതാവിനെയും നോക്കി നിൽക്കുക. ഇതിനുള്ള യോഗ്യത എനിക്കില്ലെന്നറിയാം. കാരണം ഞാൻ പ്രത്യേകിച്ച് ഒരു ട്രേഡും പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ വെച്ചതൊന്നും അതിൻ്റെതായ ഒരു ഇതിലല്ല. വിദേശത്ത് പോകണമെന്ന് മാത്രമേ ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടുള്ളൂ. മാതാവ് എനിക്ക് മെയ് 14-ന് എൻ്റെ പാസ്പോർട്ടിൽ വിസ അടിച്ച് തന്ന്. ഞാൻ ഇവിടുന്ന് അതിനുശേഷം ഞാൻ ജൂൺ 3-ാം തീയതി ഇവിടെ വന്ന് പത്രമെല്ലാം മേടിച്ച് ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ വണ്ടി ഇരുന്ന് ജപമാല പഠിക്കുകയായിരുന്നു. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ എനിക്ക് എന്നാ പോകാൻ പറ്റുന്നേ? ഇപ്പം തന്നെ 1 മാസം ആവാറായി വിസ അടിച്ചിട്ട്. ആകെ 3 മാസം, ഓഗസ്റ്റ് 8 വരെ സമയമുള്ളൂ. എനിക്ക് എന്നാ പോകാൻ പറ്റുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ട് ഞാൻ കൊല്ലത്തുനിന്നാണ് വരുന്നത്. കായംകുളം എത്തിയപ്പം ഞാൻ ആകാശത്തോട്ട് ഇങ്ങനെ നോക്കിയപ്പം ആദ്യം 7 എന്നൊരു സംഖ്യ തെളിഞ്ഞു വന്ന്. കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും 23 എന്ന സംഖ്യ തെളിഞ്ഞു വന്ന്. ഞാൻ മാതാവിനോട് ചോദിച്ചു, ഇതെന്താണ് മാതാവ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ എൻ്റെ കൂടെ ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയെ വിളിച്ച് കാണിച്ചു. ചേച്ചിയും പറഞ്ഞു, ശരിയാ അത് 7:23 ആണെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് പത്രം മേടിച്ച് മാതാവിനോട് ഒത്തിരി നേരം ഇവിടുന്ന് ജപമാലയൊക്കെ ചൊല്ലി ഞാൻ വീട്ടിൽ പോയി. ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞു പോയി. ഞാൻ 7-ാം തീയതി ഈ 7 കണ്ടപ്പോൾ ഞാൻ കരുതി ഇനി 7-ാം തീയതിയോ അല്ലെങ്കിൽ 17-ാം തീയതിയൊക്കെ എന്തെങ്കിലും അത്ഭുതം നടക്കാനായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചത്.
പക്ഷേ അല്ലായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഞാൻ പാസ്പോർട്ട് തുറന്ന് ഞാൻ നോക്കിയപ്പം അമ്മ തന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് 7ാമത്തെ പേജിൽ എനിക്ക് വിസ അടിച്ചു തന്നു. അതിനെ എങ്ങനെ നന്ദി പറഞ്ഞാൽ തീരുമെന്ന് എനിക്കറിയത്തില്ല. നന്ദി പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. അത് കഴിഞ്ഞ് ഞാൻ 23 ചോദിച്ചതിന് എന്താണെന്ന് ചോദിച്ചതിനുള്ള ഉത്തരവാണ് ഞാൻ 23-ാം തീയതി ഇവിടുന്ന് പോവുകയാണ് ഇറ്റലിക്ക്. അത് മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എനിക്ക് ഈ വിസയും പിടിച്ച് ഇവിടെ നിൽക്കാൻ യോഗ്യത ഉണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ഇത് അമ്മ തന്ന അനുഗ്രഹമാണ്. എനിക്ക് വിദേശത്ത് പോകണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അമ്മയോട്. എവിടെ പോകണമെന്നും ഞാൻ ചോദിച്ചില്ല, എങ്ങോട്ട് പോകണമെന്നും ഞാൻ ചോദിച്ചില്ല. എല്ലാം അമ്മ തന്നെ. എനിക്ക് 6 മാസം, എനിക്ക് തോന്നുന്നു 6 മാസം ആയില്ല അമ്മ എൻ്റെ കയ്യിൽ പാസ്പോർട്ടിൽ വിസ അടിച്ച എൻ്റെ കയ്യിൽ നിന്ന്. ഞാൻ ഇന്ന് ഈ ആൾക്കാരെ സാക്ഷ്യം പറയാൻ അത് ഈ തിരിക്കാത്ത 9 കാണിച്ചപ്പോൾ ഞാൻ ആലോചിച്ചത് എന്തോ 9 കാണിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച്. ഇന്ന് 19 ഡേറ്റ്. ഇന്ന് സാക്ഷ്യം പറയാനാ മാതാവ് എന്നെ അനുഗ്രഹിച്ചത്. ഇതുകൂടാതെ എനിക്ക് എനിക്ക് വിസ തന്നതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ ഈ സമയം അർപ്പിക്കുന്നു. ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിലെല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ മാതാവ് ജപമാല പഠിക്കുന്ന സമയത്തായാലും എനിക്ക് സുഗന്ധാഭിഷേകം തന്ന്. ഇപ്പം ഞാൻ ആരാധന നടത്തി മേളിൽ പോയി ബൈബിൾ വായിച്ചിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഭയങ്കര സുഗന്ധാഭിഷേകം. ഞാൻ അവിടെ നോക്കുക, ഈ മുല്ലപ്പൂ എവിടെ കിടക്കുന്നത്, എനിക്ക് ഇത്രയും മണം ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കിയിട്ട് അവിടെ ഒരു മുല്ലപ്പൂ പോലും ഞാൻ കണ്ടില്ല. പക്ഷേ എനിക്ക് ഭയങ്കര മണം, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, നല്ല മണം എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഈ സാക്ഷി എഴുതുന്ന സമയത്തെല്ലാം മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഇന്ന് വരുന്ന വഴിക്ക് ഞാൻ മാതാവിനോട് എപ്പോഴും കണ്ണടിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തോട് ഞാൻ മാതാവിനോട് ചോദിക്കും, നീ കൃപാസനത്തിലുള്ള ഈ രൂപക്കുട്ടി ഇരിക്കുന്ന കണക്ക് സങ്കല്പിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ കണ്ണടയ്ക്കുമ്പം പക്ഷേ ഇവിടെ കാണത്തില്ല. അത് ഞാൻ മാതാവിനോട് ചോദിക്കും, നീ കൃപാസനത്തിലില്ലേ, നീ ഇതെവിടെ ഇപ്പോഴും യാത്ര ചെയ്യുന്നതെന്ന് ഞാൻ എപ്പോഴും ചോദിക്കും മാതാവിനോട്. അന്നേരം ഞാനിങ്ങനെ വരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥന പഠിച്ചൊന്ന് മയങ്ങിപ്പോയപ്പം പെട്ടെന്ന് രൂപക്കുട്ടി മാതാവുണ്ട്. മാതാവിൻ്റെ കൂടെ മാതാവിൻ്റെ അതേ കളറിൽ ഈശോയും ഉണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പെട്ടെന്ന് ഞെട്ടിയിട്ട് ഞാൻ വിചാരിച്ച് എനിക്ക് തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും കണ്ണടച്ചിട്ട് ഞാൻ ചോദിച്ചു, എനിക്ക് തോന്നിയതാണോ എന്ന് വെച്ചപ്പം വീണ്ടും എനിക്ക് അങ്ങനെ തന്നെ കാണിച്ചു തന്നു മാതാവ്. അന്നേരം എനിക്ക് മനസ്സിലായി ഇപ്പോഴും ഈ യാത്രയിലുടനീളം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ രോഗസൗഖ്യമായിട്ട് എനിക്ക് ഈ വലത്തെ താടിയെല്ലിന് തേയ്മാനം ഉണ്ടായിരുന്നു. എനിക്ക് ഈ കട്ടിയുള്ള ഒരു സാധനങ്ങളും കടിക്കാൻ പറ്റത്തില്ലായിരുന്നു. അത് കടിച്ച ഉടനെ ആ ഭാഗം മൊത്തം നീര് കെട്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്, കിടക്കാൻ പറ്റത്തില്ല, വേദന. പക്ഷേ ഏകദേശം ഒരു 2 മാസത്തോളം ആകുന്ന മേളിലായി. 2-3 മാസം എന്ന് പറയാം, അത്രയായി. എനിക്ക് ഇപ്പം യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല, എന്ത് കഴിച്ചാലും എനിക്ക് വേദനയില്ല. അതുപോലെ തന്നെ എനിക്ക് എല്ലാ മാസവും എനിക്ക് കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ട് കാരണം എനിക്ക് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതും ഇതുപോലെ ഒരു 3 മാസമായിട്ട് എനിക്ക് ഒരു ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. കഫക്കെട്ടിൻ്റെ പ്രശ്നം ഇപ്പം എനിക്ക് വരാറില്ല. അലർജിയുടെ അസുഖം എനിക്ക് എൻ്റെ മാതാവ് അതും എനിക്ക് മാറ്റി തന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പത്രം മേടിച്ച് ക്രൈസ്തവർക്കല്ല, കൂടുതലും ഞാൻ അക്രൈസ്തവർക്ക് തന്നെയാണ് ഞാൻ നടന്നുപോയി എല്ലായിടത്തും കൊടുക്കും. ഞാൻ പള്ളികളിൽ അധികം കൊടുക്കാറില്ല. കൊടുക്കുമെങ്കിൽ പോലും അധികം അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും പത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഞാനും കൂടെ എന്തിനാണ് നിന്ന് കൊടുക്കുന്നത്, ഞാനിനി എൻ്റെ സ്ഥലത്ത് അക്രൈസ്തവരായ ആൾക്കാർക്ക് കൊടുക്കാമെന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് എനിക്ക് എവിടം വരെ പത്രമായിട്ട് പോകാൻ പറ്റുന്നോ അത്രയും സ്ഥലത്ത് പോയി ഞാൻ പത്രം കൊടുക്കാറുണ്ട്. എന്നോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥന എപ്പോഴും മാതാവിനോട് നിയോഗം വെച്ച് സമർപ്പിച്ച് രാവിലത്തെ ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് ജോലിയില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ സാലറിയിൽ നിന്നായാലും എന്നാൽ കഴിയുന്ന ഒരു തുച്ഛമായ തുകയായാലും ഞാനത് എത്തേണ്ട കാര്യങ്ങളിൽ എത്തിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതിനിതുവരെ എനിക്കൊരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഞാൻ 100 കൊടുക്കുമ്പോൾ മാതാവ് എനിക്ക് തിരിച്ച് 1000 എൻ്റെ കൈ വെച്ച് തരുന്ന ഒരവസ്ഥ എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. കാരണം ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ ഈ ജപമാല കൂടെ കൊണ്ട് ഞാൻ പേഴ്സിൽ കാണും. എൻ്റെ പേഴ്സിൽ 1 രൂപ പോലും കുറഞ്ഞ് എൻ്റെ കയ്യിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എപ്പോഴും പൈസ നിറച്ച് എൻ്റെ പേഴ്സിൽ കാണും. ഞാൻ ആർക്ക് കൊടുക്കാനായാലും എൻ്റെ കയ്യിലുണ്ടോ എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല. എനിക്ക് നാളെ ഇത് എന്താണ് ആവശ്യമെന്ന് പോലും ഞാൻ ചിന്തിക്കാറില്ല.
ദൈവത്തിൻ്റെ അത് ഞാൻ ആർക്കായാലും അർഹതപ്പെട്ട കരങ്ങളിൽ ഞാൻ എത്തിക്കാറുണ്ട്. ഇത്രയും നല്ല ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ദൈവകുമാരനും കോടാനുകൂടി നന്ദിയുടെ നറുമലറുകൾ അമ്മയുടെ തിരുക്കുമാരനും പാദാന്തിക്കത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. ഇതുപോലെ സാക്ഷ്യം പറയാൻ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, ഹല്ലേലൂയ. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം 5-ാം തിരുവചനം. ഇസ്രായേലിന് ഞാൻ തുഷാരബിന്ദു പോലെ ആയിരിക്കും, ലില്ലി പോലെ അവൻ പുഷ്പിക്കും, ഇലവു പോലെ അവൻ വേരുറപ്പിക്കും, അവൻ്റെ ശാഖകൾ പടർന്ന് പന്തലിക്കും, അവന് ഒലിവിൻ്റെ മനോഹാരിതയും ലബനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കും. സിബി എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നിന്ന് മരിയൻ ഉടമ്പടിയുടെ എല്ലാ കണ്ടൻറ്റും വിളങ്ങി നിൽക്കുന്ന ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മകൾ ഒന്നേ ആഗ്രഹിച്ചുള്ളൂ, വിദേശത്തെവിടെയെങ്കിലും എനിക്ക് ജോലിക്ക് പോകണം, എനിക്കതിനുള്ള യോഗ്യതയില്ല. അങ്ങനെ അയോഗ്യതകളിൽ തുടങ്ങി ഈശോ തന്നെ പറയുന്നത് പോലെ അമർത്തി കുലുക്കി നിറച്ചളന്ന് മടിയിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്ന എല്ലാ മരിയൻ കണ്ടനുള്ള എലമെൻ്റുള്ള ഒരു സാക്ഷ്യമാണിത്. മകൾക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ 6 മാസത്തിൻ്റെ ഉള്ളിലാണ് ഇന്ന് വിസ കയ്യിൽ കെട്ടി മകൾ ഇറ്റലിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. സിബിയുടെ ഈ ജീവിതത്തിൽ വളരെയധികം ഇടപെട്ടുകൊണ്ട് എല്ലാ സൈൻസ് സിമ്പിൾസ് എല്ലാം അമ്മ കാണിച്ചു കൊടുത്ത് ഡേറ്റ്, സമയം, അങ്ങനെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ശാരീരിക അസ്വസ്ഥതകളുടെ സൗഖ്യങ്ങൾ എല്ലാം ഈ മകൾക്ക് പരിശുദ്ധ അമ്മയുടെ കമ്മ്യൂണിക്കേഷനിലൂടെ നിനക്ക് സാധിക്കാവുന്ന, നിനക്ക് എന്ത് വേണം, നീ ആഗ്രഹിച്ചത് ഇസ്രായേലാണെങ്കിലും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഏജൻറ്റ് തന്നെ ഈ മകൾക്ക് ഇറ്റലിയിലേക്ക് കൊണ്ടുപോവുകയും സമയാസമയങ്ങളിൽ സുഗന്ധാഭിഷേകത്തിലൂടെയും സമയച്ചുരുക്കത്തിലൂടെയും എല്ലാം ഈ മകൾക്കുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ക്രമീകരിച്ചു കൊടുത്ത് ഈശോയെ അത്യധികം സ്നേഹിക്കുവാനും ഇനി അതുപോലെ തന്നെ തുടർന്നുള്ള ജീവിതത്തിലും എപ്പോഴും ഈശോയോട് കൂടിയായിരിക്കുവാനും നിത്യതയോളം ഈശോയെ കൂട്ടുപിടിച്ച് ജീവിക്കുവാനുള്ള വലിയ കൃപ നൽകിയതിന് സിബിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം ഈ സമാനമായ ജീവിത പ്രതിസന്ധികളിലൂടെ തകർന്ന് ജീവിക്കുന്ന എല്ലാ മക്കളുടെയും അനുഭവങ്ങളെയും പ്രാർത്ഥനകളെയും സിബിയുടെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷി നമുക്ക്. എൻ്റെ പേര് നിത, ഇതെൻ്റെ ഭർത്താവ് ഡിൻസ്, ഇതെൻ്റെ മക്കള്, മോൻ ഡാൻ സാമുവൽ, ഇത് ഹന്ന മറിയം. ഞാൻ 2024 ജനുവരി 3-ാം തീയതി ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ സന്നിധിയിൽ വന്നിട്ട് നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ ന്യൂസിലാൻഡിലേക്ക് പോയിട്ടുണ്ടായത് ജോലി അന്വേഷിക്കാനായിട്ട്. എനിക്ക് 1.5 മാസത്തെ ഒരു ക്യാബ് കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജനുവരി 8-ാം തീയതി 2024 ക്യാബ് കോഴ്സിന് പോയി. പക്ഷെ അന്നൊക്കെ നമ്മോട് പറഞ്ഞിട്ടുണ്ടായത് പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നഴ്സായിട്ട് അവിടെ ജോലി കിട്ടുന്നതാണ്. പക്ഷേ 6 മാസം എനിക്ക് ജോലി കിട്ടിയില്ല. 6 മാസം കൊണ്ട് ഞാൻ എന്നും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, എന്നിട്ടും ജോലിയൊന്നും ആയില്ല. ഞാൻ അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടിയിൽ പറയണ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഡെയിലി പള്ളിയിലേക്ക് പോയി വചനം വായിച്ചു, മറ്റുള്ളവർക്കുള്ള കാര്യപ്രവൃത്തികൾ ചെയ്തു. എന്നിട്ടും ജോലി ശരിയാവുന്നില്ല. ഞാൻ മാതാവിനോട് പിന്നെയും മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കുള്ള നല്ല ജോലി ദുബായിൽ കളഞ്ഞിട്ടാണ് ഞാൻ ന്യൂസിലാൻഡിൽ വന്നിട്ടുണ്ടായത്. ഇവിടുന്ന് ഒരിക്കലും എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ ഇടവരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഒരു ദിവസം പള്ളിയിലേക്ക് എന്നും പോകാറുണ്ട്. ന്യൂസിലാൻഡിൽ ഒരു ദിവസം ഭയങ്കരമായിട്ട് മഴയായിരുന്നു. അന്ന് അവിടെ ആലിപ്പഴം വിടാന്ന് പറയും, മഞ്ഞ് വീഴുന്ന ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് ഹോസ്റ്റലിൽ പറഞ്ഞു, നീ ഇന്ന് പള്ളിയിലേക്ക് പോകണ്ട, ഇന്ന് പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് അത് വീണിട്ട് എന്തെങ്കിലും അപകടം പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഉടമ്പടി തെറ്റിക്കാണ്ടിരിക്കുക ഞാൻ അവഗണിച്ചുകൊണ്ട് ഞാൻ പള്ളിയിലേക്ക് പോയി. എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല, മാതാവിനെ കൈവിടില്ല എന്നുള്ള വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പള്ളിയിലേക്ക് പോയി. പള്ളിയിലെ ഇംഗ്ലീഷ് മാസമായിരുന്നു. ഇംഗ്ലീഷ് മാസം കഴിഞ്ഞ് പള്ളിയിലത്തെ എല്ലാവരും പോയി. പള്ളിയിൽ ഞാൻ മാത്രമായിട്ട് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവത്തോട്. ദൈവം എനിക്ക് എന്താണ് ജോലി ശരിയാവാത്ത, ഞാൻ വന്നിട്ട് 6 മാസമായിട്ട് എനിക്കൊരു ഇൻ്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു, 3 മാസം കഴിയാറായി, എന്നിട്ടും എന്താ എൻ്റെ മാതാവ് കാണാത്തതെന്ന് ഞാൻ മാതാവിനോട് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ വിസ കഴിയാൻ ഒരാഴ്ചയും കൂടി ഇനി ബാക്കിയുള്ളൂ. ഞാൻ അടുത്ത വ്യാഴാഴ്ച നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എടുത്തു. അപ്പോൾ എനിക്കിനി 7 ദിവസം മാത്രമേ എൻ്റെ കൺമുമ്പിലുള്ളൂ. അതിനുള്ള ജോലി എങ്ങനെയെങ്കിലും മാതാവ് 7 ദിവസം കൊണ്ട് ശരിയാക്കാൻ ഞാൻ അത്രയ്ക്ക് ഉരുകി പ്രാർത്ഥിച്ചു. ഇനി തിരിച്ചു പോയി കഴിഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എനിക്ക് വഴക്ക് കേൾക്കേണ്ടി വരും, നല്ല ജോലി അവസാനിപ്പിച്ച് വന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ എൻ്റെ ഷോൾഡറിൽ തട്ടി. പള്ളിയിൽ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. തിരിഞ്ഞു നോക്കിയപ്പോൾ നീല സാരി എടുത്ത ഒരു ചേച്ചിയായിരുന്നു അത്. അവിടെ പള്ളിയിൽ ഒരിക്കലും ഞാൻ ഇംഗ്ലീഷ് മാസം നീല സാരി എടുത്ത ചേച്ചിനെ കണ്ടിട്ടേ ഇല്ല.
ആ ചേച്ചി എന്നോട് ചോദിച്ചു, മോൾക്ക് ഇതുവരെ ജോലി ആയിട്ടില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ 6 മാസമായിട്ടും ജോലി ആവാതെ ഞാൻ അടുത്ത ആഴ്ച ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ഞാൻ അവസാനമായിട്ട് ഈ പള്ളിയിൽ ഞാൻ എന്നും വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, അതാണ് എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി എനിക്കൊരു നമ്പർ തന്നു. ഈ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിയാൻ ദൈവം നിന്നെ കൈവിടില്ല, നിനക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോൺ നമ്പർ മേടിച്ചു. ആ ചേച്ചി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 50-55 വയസ്സിനൊക്കെ പ്രായമുള്ള ഒരു മുഖമാണ്. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി പോവാ, ചേച്ചിയുടെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പേര് പറഞ്ഞു മരിയാന്ന് പറഞ്ഞു. എനിക്ക് ഇന്നും വിശ്വാസമാണ് ആ ചേച്ചി നമ്മുടെ മാതാവാണെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസമാണ്. എന്താണെങ്കിൽ ആ പള്ളിയിൽ ഞാൻ 2.5 വർഷം അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചു. ഇന്നേ വരയ്ക്ക് ആ സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇംഗ്ലീഷ് മാസിന് ഒരു സ്ത്രീകളും സാരി എടുത്ത് വന്ന് ഞാൻ പിന്നീട് കണ്ടിട്ടേ ഇല്ല അവിടെ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ട് ആ നമ്പറിൽ ഞാൻ വിളിച്ചപ്പോൾ അത് ന്യൂസിലാൻഡിലെ മലയാളികളിലെ ക്രിസ്ത്യൻസിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലത്തെ നമ്പറായിരുന്നു. അപ്പോൾ അതിലത്തെ ഒരു ആളാണ് എനിക്ക് ഫോൺ എടുത്തത്. അപ്പോൾ ആൾ ചോദിച്ചു, എന്തേ മോള് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല എന്ന്. അപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ആഡ് ചെയ്തു. അപ്പോൾ ആഡ് ചെയ്തതിൽ 50 മെമ്പേഴ്സാണ് ഉണ്ടായത് ആ ഗ്രൂപ്പിൽ. എനിക്ക് അടുത്ത വ്യാഴാഴ്ച നാട്ടിലേക്ക് പോകാനുള്ളത്. ഞാൻ 50 ആളെ എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ 50 ആൾക്ക് ഞാൻ പേഴ്സണൽ മെസ്സേജ് അയച്ചു, ഞാൻ അടുത്ത വ്യാഴാഴ്ച നാട്ടിലേക്ക് പോവാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നഴ്സിംഗ് ജോലി അറിയുകയാണെങ്കിൽ എന്നോട് പറയണമെന്ന് പറഞ്ഞിട്ട് ഈ 50 ആളിൽ 46 ആളും എനിക്ക് റെസ്പോണ്ട് ചെയ്തില്ല, ഒരു മെസ്സേജിന് ഒരു റിപ്ലൈ അയച്ചില്ല. ബാക്കി 4 ആൾ മാത്രമാണ് റിപ്ലൈ അയച്ചത്. അതിൽ 3 ആൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലായിരുന്നു. അവരെന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് നഴ്സിങ്ങിനെ കുറിച്ച് അറിയില്ല, അതുകൊണ്ട് സോറി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അതിലത്തെ ഒരു ചേട്ടൻ മാത്രം എനിക്ക് മെസ്സേജ് അയച്ചത് അയാളുടെ വൈഫിൻ്റെ ജോലി സ്ഥലത്ത് ജോലി ഒഴിവുണ്ട്, നീ CV അയക്കാൻ പറഞ്ഞിട്ട്. ആ വ്യക്തിനെ എനിക്ക് അറിയൊന്നുമില്ല, അങ്ങനെ CV അയച്ചു. എൻ്റെ ഓഗസ്റ്റ് 5-ാം തീയതി ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ 6 മാസം കിട്ടാത്ത ജോലി എനിക്ക് ഓഗസ്റ്റ് 5-ാം തീയതി തന്നെ മാതാവ് തന്നെ അനുഗ്രഹിച്ചു. ആ ഫസ്റ്റ് ഞാൻ ന്യൂസിലാൻഡിൽ പോയിട്ടുള്ള ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നത്. അത് പാസ്സായി, എനിക്ക് ജോലി കിട്ടി, ഞാൻ ജോലി കയറി. അത് ഞാൻ ഇന്നും വിശ്വസിക്കണമെങ്കിൽ മാതാവാണ് ആ ജോലി കൊണ്ടുവന്ന് തന്നേന്ന്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ആ സ്ത്രീ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മാത്രമല്ല, ഞാൻ ആ ഗ്രൂപ്പിൽ ചോദിച്ചു. ആ ഗ്രൂപ്പിലത്തെ അവരും പറഞ്ഞു ഇങ്ങനെ ഒരു 50 വയസ്സുള്ള ഒരു ഏജുള്ള ഒരു സാരി എടുത്ത സ്ത്രീ നമ്മുടെ ഗ്രൂപ്പിലില്ല എന്നും പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് നമ്പർ കിട്ടിയെന്ന് എല്ലാവർക്കും അതിശയമായിരുന്നു. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്യാപ്പ് എന്ന് പറഞ്ഞ കോഴ്സിനാണ് ഞാൻ പോയിട്ടുണ്ടായത്. ആ കോഴ്സിൻ്റെ ഫീസ് നമുക്ക് സെപ്റ്റംബർ 30 വരെയൊക്കെയാണ് ജോലി കിട്ടിയവർക്കാണ് റീഫണ്ട് കിട്ടുകയുള്ളൂ. എനിക്കങ്ങനെ ഓഗസ്റ്റ് 29-നാണ് ഞാൻ ജോലിക്ക് കയറിയത്. കൃത്യം 1 മാസത്തെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് ആ സംഖ്യ ഫുൾ ഞാൻ എത്രയും ഞാൻ ചിലവാക്കിയോ ആ ഫുൾ എമൗണ്ടും എനിക്ക് തിരിച്ച് കിട്ടി. അത് 1 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് തിരിച്ച് കിട്ടില്ലായിരുന്നു. അതും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ സെപ്റ്റംബർ 10-ാം തീയതി ജോലിക്ക് കയറിയിട്ട് വെറും 10 ദിവസം കഴിയുമ്പോൾ എൻ്റെ OET എന്ന് പറഞ്ഞ എക്സാം 2 വർഷമായിട്ട് എക്സ്പയർ ആവായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ഒരിക്കലും റെസിഡൻസി ഇടാൻ പറ്റില്ല. പിന്നെ റെസിഡൻസി ഇടണമെങ്കിൽ എനിക്ക് പിന്നെയും OET എക്സാം എഴുതണമായിരുന്നു. അത് വലിയ ടഫുള്ള എക്സാം ആയതുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈ 10 ദിവസം കൊണ്ട് ഒരിക്കലും എനിക്കറിയാം റെസിഡൻസി ഇടാൻ പറ്റില്ല എന്ന്. എന്താണെങ്കിലും ഒരുപാട് ഡോക്യുമെൻറ്റ്സ് സംഘടിപ്പിക്കാനുണ്ട്, അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം 10 ദിവസം കൊണ്ട് ഒരിക്കലും അത് റെഡിയാവില്ല. കുറേ ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കാനുണ്ട്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് സെപ്റ്റംബർ 8-ാം തീയതി വെറും 8 ദിവസം കൊണ്ട് എനിക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും റെഡിയായി. മാതാവിൻ്റെ ബർത്ത്ഡേ അന്ന് എനിക്ക് റെസിഡൻസി ഇടാൻ പറ്റി. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഡിസംബർ 25 ക്രിസ്മസിന് മുമ്പ് ചേട്ടനും മോനും ന്യൂസിലാൻഡിൽ എത്തണം എന്നുള്ളത്. അങ്ങനെ ഡിസംബർ 19-ാം തീയതി മാതാവ് ഇവരെ ന്യൂസിലാൻഡിൽ എത്തിച്ചു. അതിനുശേഷം പിന്നത്തെ കൊല്ലം 2025 ഓഗസ്റ്റ് 5-ാം തീയതി എൻ്റെ അടുത്ത കൊല്ലത്തെ ബർത്ത്ഡേ അന്ന് ചേട്ടന് ജോലി തന്ന് ദൈവം അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കായിരുന്നു, എനിക്ക് കുഞ്ഞിന് തരാന്ന് വെച്ചെങ്കിൽ ഒന്നല്ലെങ്കിൽ മെയ് മാസം അല്ലെങ്കിൽ ഒക്ടോബർ മാസമാണ് എനിക്ക് മാതാവ് പ്രഗ്നൻ്റാന്ന് അറിയിച്ചാൽ മതി, എങ്കിലും ഞാൻ മാതാവിൻ്റെ കുഞ്ഞാണെന്ന് ഞാൻ വിശ്വസിക്കുള്ളൂ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ മെയ് 30-ാം തീയതിയാണ് ഞാൻ പ്രഗ്നൻ്റാന്ന് അറിഞ്ഞത് 2025 കഴിഞ്ഞ കൊല്ലം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായി. ജനിക്കുകയാണെങ്കിൽ അത് പെൺകുഞ്ഞാണെങ്കിൽ മറിയം എന്ന് പേരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാതാവ് തന്ന കുഞ്ഞാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഞങ്ങൾ ഈ കുഞ്ഞിന് ഹന്ന മറിയം എന്ന് പേരിട്ടു. പിന്നെ ഞങ്ങൾ ജോലി കിട്ടിയിട്ട് ഞാൻ പെയിൻ ഗസ്റ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ജോലി കിട്ടിയ സമയത്ത്. അപ്പോൾ അവിടെ വീട് നോക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ കുറേ സ്ഥലത്ത് അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് വീട് കിട്ടുള്ളൂ. കുറേ സ്ഥലത്ത് വ്യൂവിങ്ങിനൊക്കെ പോകണമെന്ന് പറയും. അപ്പോൾ അതൊക്കെ എങ്ങനെ തുടങ്ങും ഒന്നും എനിക്കറിയില്ല ഫാമിലീനെ കൊണ്ടുവരുന്നതിനേക്കാളും മുമ്പായിട്ട്. പക്ഷേ ഞാൻ പെയിൻ ഗസ്റ്റായിട്ട് നിന്ന വീട്ടുകാർക്ക് ഒരുപാട് നാളായിട്ട് ഓസ്ട്രേലിയയിൽ ജോലി നോക്കുന്നുണ്ടായതാണ്. പക്ഷേ ഞാൻ വീട് നോക്കുന്ന ആ സെയിം സമയത്ത് തന്നെ അവർക്ക് വിസ റെഡിയാവുകയും ഒരു ഓസ്ട്രേലിയയിൽ പോവുകയും ചെയ്തു. അപ്പോൾ ആ പോയതുകൊണ്ട് എനിക്കൊരു വീട് പോലും നോക്കാണ്ട് ഞാൻ നിന്ന വീട് തന്നെ എനിക്ക് സ്വന്തമായിട്ട് അവരെ വീടും കാറും എല്ലാ സാധനങ്ങളും ഒന്നും എനിക്ക് അറിയേണ്ട വന്നില്ല. ന്യൂസിലാൻഡിൽ എത്തിയിട്ടും എന്താ പറയുക, മാതാവ് എന്നിലേക്ക് എല്ലാം അങ്ങനെ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് 2.5 വർഷത്തിനുള്ളിൽ എനിക്ക് ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. പക്ഷേ അതല്ലാതെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം മാതാവ് തന്നിട്ടുണ്ട്. ഇത്രയും തന്ന മാതാവിന് ഒരായിരം നന്ദി. പിന്നെ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായി. പിന്നെ എന്താവശ്യം ഞാൻ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ ചെയ്യാറുണ്ട്.
പിന്നെ സാധിക്കുന്ന ദിവസങ്ങളൊക്കെ ബൈബിൾ വായിക്കാറുണ്ട്, കുടുംബപ്രാർത്ഥന ഒരുമിച്ച് ചെല്ലാറുണ്ട്, സാധിക്കുന്ന സമയത്തൊക്കെ പള്ളിയിലേക്ക് പോകാറുണ്ട്. പിന്നെ ഞങ്ങൾ അനാഥാലയത്തിലേക്ക് പൈസ കൊടുക്കാറുണ്ട്. അങ്ങനെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഈ സമയത്തിനുള്ളിൽ. അപ്പോൾ ഇനിയും ഞങ്ങൾ 14-ാം തീയതി തിരിച്ച് ന്യൂസിലാൻഡിലേക്ക് പോവാണ്. അപ്പോൾ മാതാവിനോട് യാത്ര പറയാൻ കൂടി വന്നത്. അപ്പോൾ ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഒത്തിരി നന്ദി. പിന്നെ എൻ്റെ ഏറ്റവും വലിയ സാക്ഷി ഞാൻ പറയാൻ വിട്ടുപോയി. അതെന്താണെങ്കിൽ, ഞാൻ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു മെയ് മാസം. അത് കഴിഞ്ഞ് 2 മാസമായപ്പോൾ ഞാൻ ജോലിയുടെ ഇടയ്ക്ക് പെട്ടെന്ന് എനിക്ക് വയറുവേദന വന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവർ പറഞ്ഞു, സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ അതേ വലിപ്പമുള്ള ഒരു ഫൈബ്രോയിഡാണ് കണ്ടത്. അപ്പോൾ എനിക്കും അത് കാണിച്ചു, ഞാനും കണ്ടു കുഞ്ഞിൻ്റെ അതേ സൈസിൽ ഫൈബ്രോയിഡ്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇപ്പോൾ തന്നെ അബോർഷൻ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ജീവൻ അത് ഭീഷണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഹസ്ബൻഡും പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും അബോർഷൻ ചെയ്യില്ല, കുഞ്ഞിനെ ഹാർട്ട് ബീറ്റ് എല്ലാം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞിനെ ഒരിക്കലും ഞങ്ങൾ അബോർഷൻ ചെയ്യില്ല, ദൈവം തന്ന കുഞ്ഞാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് മാതാവ് തന്ന കുഞ്ഞാണെന്ന്. ആ കുഞ്ഞാണെങ്കിൽ മാതാവ് എന്തെങ്കിലും നോക്കിക്കോളെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ സൈൻ ചെയ്ത് കൊടുത്ത് ഞങ്ങളുടെ റിസ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. മാതാവ് നോക്കിക്കോളെന്ന് എനിക്ക് അത്രയും വിശ്വാസമായിരുന്നു. പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ ആ മുഴ ഒന്നും തന്നെ ഇല്ല, കുഞ്ഞ് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ശരിക്കും ഈ കുഞ്ഞിത് അത്ഭുതമാണ്. നമ്മൾ ഡോക്ടേഴ്സ് പറയണ കേട്ട് ഞാൻ അബോർഷൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇന്ന് ഈ കുഞ്ഞിനെ പിടിച്ചിവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം മാതാവ് തന്ന കുഞ്ഞാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കണം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് നിദ റാഫേലിൻ്റെ സാക്ഷ്യം, അനുഭവ സാക്ഷ്യം നമ്മൾ കേൾക്കുകയായിരുന്നു. എപ്രകാരമാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് വാക്കുകളിൽ തന്നെ പ്രകടമായിരുന്നു. ജോലിയെക്കുറിച്ചും ജോലി ലഭിക്കാത്തതിൻ്റെതായ ലാസ്റ്റ് നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ ചില മനുഷ്യരുടെ രൂപത്തിൽ അമ്മയുടെയൊക്കെ സാന്നിധ്യമൊക്കെ കടന്നു വരും. അത് നമ്മുടെയൊക്കെ വിശ്വാസത്തെ കൂടുതൽ ആഴപ്പെടുത്തുവാനും പരിശുദ്ധ അമ്മ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെട്ടുവെന്ന് നമ്മളെയൊക്കെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഓരോ കടന്നു വരവൊക്കെ ചെയ്യുന്നത്. ഈ മകളുടെ ജീവിതത്തിൽ മരിയ എന്ന സ്ത്രീയിലൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യ സംരക്ഷണവും ഈ മകൾക്ക് ജോലി കൂടി ലഭിക്കുന്നത് വാക്കുകളിൽ നിന്ന് വളരെയേറെ പ്രകടമാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ഈ മകളുടെ വിശ്വാസത്തെ കൂടുതൽ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റുകയൊക്കെ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ജോലി നിൽക്കുവാനും അതോടൊപ്പം തന്നെ തനിക്ക് ലഭിക്കേണ്ട പൈസ അത് മുഴുവനായിട്ടത് തിരിച്ചു കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തൻ്റെ ഉള്ളിൽ വളർന്നു വന്ന ഫൈബ്രോയിഡിൻ്റെ ആണെങ്കിലും അത് പരിശുദ്ധ അമ്മയോട് ചേർന്നപ്പോഴത്തേക്കും ഒരു വലിയ സൗഖ്യമായിട്ടും പൂർണ്ണമായൊരു സൗഖ്യം നൽകിയാണ് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ ഈ മകള് വളർന്നു വരികയൊക്കെ ചെയ്തത്. നമുക്കെല്ലാവർക്കും നന്ദി പറയാം. ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകളെ മാറ്റണമെന്നും ഇനി നിരവധി അനുഗ്രഹങ്ങളാൽ ഇവരനുഗ്രഹിക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കാം. ഒപ്പം ഇത് കേൾക്കുന്ന സാക്ഷികളായ നമുക്കും പ്രത്യക്ഷീകരണ മാതാവിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന അത് സ്വീകരിക്കുന്ന മനുഷ്യനാക്കി മാറ്റുവാൻ നമ്മളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക്